എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം കൂടുതലായിട്ട് ഞാൻ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, മുടി ഇങ്ങനെ ഉള്ളോടെ വളരാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഉള്ളോടെ മുടിക്ക് നീട്ടം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ല ഉണ്ടായിരിക്കണം. ഉള്ള മുടിക്ക് നല്ല ഉള്ളോടെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് പാക്കാണ് ചെയ്യേണ്ടത്, എന്ത് ഹെയർ കെയർ റുട്ടീനാണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റും നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതുമായിട്ടുള്ളൊരു ഹെയർ പാക്ക് കൂടിയാണ്. അപ്പം ഈ ഹെയർ പാക്കിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം മുടിക്ക് ഉള്ളു വയ്ക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പം കരിഞ്ജീരകവും ഉലുവയും കഞ്ഞിവെള്ളമാണ് നമ്മൾ ഈ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ചേഞ്ചസ്, ഹെയറിന് വന്ന ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും, അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ ഡീപ്പ് ഓയിലിംഗ് ചെയ്യണം. കാരണം ഇത് മുടിനെ കുറച്ച് ഡ്രൈ ആക്കുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പം നല്ലപോലെ ഡീപ്പ് ഓയിലിംഗ് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് കുറച്ച് നേരം വച്ച് കഴിഞ്ഞിട്ട് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇത് തേക്കുവാണെങ്കിൽ നല്ല ഷൈനി ഹെയർ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ആഴ്ചയിൽ 2 ദിവസം തേക്കാം. അപ്പം എല്ലാ ആഴ്ചയിലും ഇങ്ങനെ തേച്ച് കണ്ടിന്യൂ ചെയ്ത് വരുവാണെങ്കിൽ നല്ലൊരു മാറ്റം ഹെയറിൽ ഉണ്ടാവും എന്നത് തീർച്ചയാണ്. അപ്പോൾ ഏതെങ്കിലും ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകാം. ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് കരിഞ്ജീരകം എടുക്കുന്നത്. അപ്പം എൻ്റെ മുടിക്ക് കുറച്ച് മാറ്റം വരാൻ തുടങ്ങിയത് തന്നെ ഈ കരിഞ്ജീരകം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ 2 സ്പൂൺ കരിഞ്ജീരകത്തിന് 1 സ്പൂൺ ഉലുവ എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത്. ഇതിപ്പം കാണുമ്പം കുറച്ച് കൂടുതലായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ്. അതേ ദിവസത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഫെർമെൻറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട്, ഇത്ര കഞ്ഞിവെള്ളമൊന്നുമില്ല, അത് കുതിരാൻ വേണ്ട പാകത്തിലുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മാറ്റി വെക്കും. പിന്നെ ചിലവർക്ക് കഞ്ഞിവെള്ളം അലർജി ഉള്ളവരൊക്കെ ഉണ്ടാകും. അവർ വിഷമിക്കേണ്ട, സാധാരണ വെള്ളം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കഞ്ഞിവെള്ളം ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പച്ചവെള്ളം യൂസ് ചെയ്താൽ മതി, സാധാരണ വെള്ളം യൂസ് ചെയ്താൽ മതി. പിന്നെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഈ വെള്ളം കളയരുത്. ഇതേ വെള്ളത്തിൽ നിന്ന് തന്നെ വേണം ഈ വെള്ളം കൊണ്ട് തന്നെ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട്. വേറെ മാറ്റങ്ങളൊന്നും വേറെ വെള്ളം ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. ഇതേ വെള്ളം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അതുപോലെ തന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ ഞാൻ തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ അരച്ചെടുക്കുമ്പോൾ ഭയങ്കര ടൈറ്റാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നന്നായിട്ട് ഇതേ രൂപത്തിൽ നിങ്ങൾ തലയിൽ തേക്കരുത്. എന്താണെങ്കിലും അത് അരിച്ചെടുത്തിട്ട് വേണം തേക്കാനായിട്ട്. ഒരു തുണിയോ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ അരിച്ചെടുക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് ഇങ്ങനെ നീരായിട്ട് വരാനായിട്ട്. എന്നാലും നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം തലയിൽ തേക്കാൻ. അതിന് മുന്നേ ആയിട്ട് മുടിയിൽ നന്നായിട്ട് എണ്ണയും തേച്ച് കൊടുക്കണം.